ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമാണ് ചെയ്തു നോക്കുന്നത്. ആദ്യം നമുക്ക് ഈ പ്രോഗ്രാം എന്താണെന്നൊന്ന് നോക്കാം. നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ റോസിനെ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഈ റോസ് 1 2 3 4 5. അപ്പോൾ I1, ഇത് റോസ് 2, ഇത് റോസ് 3, 4, റോസ് 5. കോളംസ് 1 2 3 4 5 കോളംസ്. അപ്പോൾ ആദ്യത്തെ I1 ഒരു കോളമേ ഉള്ളൂ. I1 ജെ എന്ന് പറയുന്ന ഒരു കോളം മാത്രമേ ഉള്ളൂ. കാണുന്നുണ്ടോ? I2 2 കോളം വന്നിട്ടുണ്ട്. I2 1 2 2 കോളം വന്നിട്ടുണ്ട്. I3 3 കോളം വന്നിട്ടുണ്ട്. I4 4 കോളം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പേഴ്സാണ് പ്രിൻ്റ് ചെയ്യേണ്ടത് അല്ലേ? സ്റ്റാർ അല്ല, നമ്പറാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, I1 വന്നപ്പം എന്താണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്? 1 പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. I2 ലാസ്റ്റ് വന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? ലാസ്റ്റ് വന്നിരിക്കുന്ന നമ്പർ 2 ആണ്. I3 വന്നപ്പം ലാസ്റ്റ് വന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 3 കോളംസ് ഉണ്ട്, പക്ഷെ ലാസ്റ്റ് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന നമ്പർ 3 ആണ്. അതേപോലെ I4 ലാസ്റ്റ് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് 4. I5 ലാസ്റ്റ് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് 5. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇങ്ങനെയാണ് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ I എത്രയാണോ അതാണ് ലാസ്റ്റ് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. Iയും J എന്നും പറഞ്ഞിട്ട് 2 വേരിയബിൾസിന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. 2 ലൂപ്പ് ഉണ്ട് ഇതിൽ. ഒന്ന് ഇത് റോസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, അത് നമുക്ക് എത്ര റോ ഉണ്ട്? 5 റോസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളിവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് I <= 5. I ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് I++. പിന്നെ J = 1, J <= I എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കണ്ടീഷൻ നോക്കിയേ, അതായത് J <= I, ഇതാണ് കണ്ടീഷൻ. J എന്തായിരിക്കണം? ഈ കണ്ടീഷനിൽ I <= I ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം? J പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ കേസിൽ ഇത് J I1 ആയി നമ്മൾ കണ്ടീഷൻ നോക്കി. I <= 5 ആണോ നോക്കി. അപ്പോൾ കണ്ടീഷൻ ഇവിടെ എഴുതാട്ടോ. I <= അതായത് 1 <= 5. കണ്ടീഷൻ ശരിയാണ് അല്ലേ? കണ്ടീഷൻ ശരിയാകുമ്പം നേരെ ഇങ്ങോട്ട് പോവും. J 1 ആയി. പിന്നെ ഇവിടെ കണ്ടീഷൻ J <= I ആണോ? അപ്പം ഇപ്പം J എന്താണ്? 1 ആണ്. <= I ആണോ നോക്കണം. അതായത് I ഇപ്പം എത്രയാണ്? 1 ആണ് അല്ലേ? I 1 ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നേരെ താഴത്തേക്ക് വന്നു. I <= 5 ആയതുകൊണ്ട് നേരെ I <= 1. 1 <= 1. ഈ കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് നേരെ ഇവിടെ വന്നിട്ട് എന്താണ് പ്രിൻ്റ് ചെയ്യണത്? printf J പ്രിൻ്റ് ചെയ്യും. അതായത് 1 ഇവിടെ പ്രിൻ്റ് ചെയ്യും. J ഇപ്പം എത്രയാണ്? 1. ആ 1 ഇവിടെ പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് നേരെ ഇവിടേക്ക് പോയിട്ട് J ഇൻക്രിമെൻ്റ് ചെയ്യും. J ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ J എന്താണിപ്പോൾ? 2 ആയിട്ട് മാറും. കണ്ടീഷൻ ഇവിടെ നോക്കും. അതായത് J ഇപ്പം 2 ആണ്. 2 <= 1. I 1 ആണ്. ഈ കണ്ടീഷൻ ഇപ്പം ഓക്കെ ആണോ? ഈ കണ്ടീഷൻ ഇപ്പോൾ ഓക്കെ അല്ല, അതുകൊണ്ട് പ്രിൻ്റ് ചെയ്യില്ല. ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് പ്രിൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ താഴെ വന്ന് ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്തിട്ട് നേരെ മുകളിൽ പോയി ഇവിടെ I ഇൻക്രിമെൻ്റ് ചെയ്യും. I ഇൻക്രിമെൻ്റ് ആയി. ഇപ്പോൾ Iയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. Iയുടെ വാല്യൂ 2 ആണ്. നേരെ ഇവിടെ വന്നു
ജെ ഈക്വൽ ടു 1, ജെ 1 ആയി. കണ്ടീഷൻ നോക്കും, 1 ലെസ് ദാൻ ഈക്വൽ ടു ഐ എത്രയാണ് ഇപ്പോൾ 2 ആണ് അല്ലേ. കണ്ടീഷൻ എന്താണ്? ഓക്കെ ആണ്. കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് താഴെ വരും. താഴെ വന്നിട്ട് എന്താണ്? ജെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ജെ എത്രയാണ്? 1 ആണ് അല്ലേ. ജെ 1 ആയതുകൊണ്ട് അതിവിടെ രണ്ടാമത്തെ റോയിൽ 1 പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്തു, നേരെ ഇവിടെ വന്നു, ജെ ഇൻക്രിമെൻ്റ് ആയി. ജെ ഇൻക്രിമെൻ്റ് ആയപ്പോൾ ജെ ഇപ്പോൾ 2 ആയി അല്ലേ. അപ്പം 2 ലെസ് ദാൻ ഈക്വൽ ടു 2. കണ്ടീഷൻ ഓക്കെ ആണ്. അപ്പം താഴെ വന്ന് എന്താണ്? 2 ഇവിടെ പ്രിൻ്റ് ചെയ്തു. 2 പ്രിൻ്റ് ചെയ്തു. വീണ്ടും ജെ ഇൻക്രിമെൻ്റ് ആയി. അപ്പോൾ എന്താണ്? ജെ കണ്ടീഷൻ നോക്കും, ഈ കണ്ടീഷൻ ഓക്കെ ആവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ ഓക്കെ ആവാത്തത് കൊണ്ട് താഴേക്ക് വന്നു, അടുത്ത ലൈനിൽ വന്നിട്ട് നിൽക്കും. ഐ ഇൻക്രിമെൻ്റ് ആയി. ഇപ്പം ഐ എത്രയാണ്? 3 ആയി. ഐ ഇപ്പോൾ 3 ആയി. വീണ്ടും താഴെ വന്നു, 1 ആയി. 1 ലെസ് ദാൻ ഈക്വൽ ടു 3. കണ്ടീഷൻ ശരിയാണ്. താഴെ വന്നു, എന്താണ്? ജെ പ്രിൻ്റ് ആവും അല്ലേ. ജെ 1 പ്രിൻ്റായി. ഇവിടെ ജെ 1 ഇവിടെ പ്രിൻ്റായി. അടുത്തത് വീണ്ടും ജെ 2 ആവും. കണ്ടീഷൻ നോക്കും, ഓക്കെ ആണ്. അടുത്ത ജെ ഇവിടെ വന്നു. എന്നിട്ട് എന്താണ്? ഇവിടെ പ്രിൻ്റായി. അടുത്തത് ഇവിടെ വന്നിട്ട് പ്രിൻ്റായി. വീണ്ടും 3. കണ്ടീഷൻ ശരിയാണ്. ജെ പ്രിൻ്റ് ആവും 3. അത് കഴിഞ്ഞ് ജെ ഇൻക്രിമെൻ്റ് ആയിട്ട് ജെ ഇപ്പം 4. ജെ 4 ആണ് അല്ലേ. ജെ 4 ആകുമ്പം കണ്ടീഷൻ ഓക്കെ അല്ല. താഴെ വന്നു, ഐ ഇൻക്രിമെൻ്റ് ആയി. ഐ ഇൻക്രിമെൻ്റ് ആയപ്പോഴെന്താണ്? ഇപ്പം ഐ 4 ആണ്. വീണ്ടും ഇതേപോലെ ജെ 1 ആവും. കണ്ടീഷൻ ഓക്കെയാണ്. പ്രിൻ്റായി. ജെ ഇൻക്രിമെൻ്റ് ആയി 4. ജെ ഇൻക്രിമെൻ്റ് ആയി 3 ആയി. കണ്ടീഷൻ ശരിയാണ്. 3 പ്രിൻ്റ് ആവും. വീണ്ടും ജെ ഇൻക്രിമെൻ്റ് ആയി 4 പ്രിൻ്റായി 5. കണ്ടീഷൻ ശരിയല്ല. താഴെ വന്നു, ഐ വീണ്ടും ഇൻക്രിമെൻ്റ് ആയി. അടുത്തത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നടക്കും. അപ്പം വളരെ സിമ്പിളാണ് ഈ ഒരു പ്രോഗ്രാം. ഇത്രയേ ഉള്ളൂ. ഒന്ന് കൺഫ്യൂഷനാവും. അതായത് നമ്പർ ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു കാര്യം നമ്മൾ സ്റ്റാർ ഇട്ടിട്ടാണ് ആദ്യം പഠിച്ചത്. അപ്പം നമ്പേഴ്സ് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാവും. എങ്ങനെയാണ്? അതായത് 1 പ്രിൻ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് 1 2 വേണം, പിന്നെ 1 2 3 വേണം, 1 2 3 4 വേണം. അപ്പോൾ ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഇവിടെ എന്താണ്? ജെ എന്ന് കൊടുത്താൽ മതി. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായി എന്നറിയണമെങ്കിൽ നിങ്ങൾ ലൈക്ക് കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ള കാര്യം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യം നിങ്ങൾ ലൈക്ക് ചെയ്താലും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്തിട്ട് കാണാം. എന്നാലാണ് വീഡിയോസ് ഇടാൻ വീണ്ടും എനിക്കൊരു ഇഷ്ടം തോന്നുള്ളൂ. അപ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.你这里啊，这个。